കഴിഞ്ഞ വർഷം ഈ പാർത്ഥസാരഥി ക്ഷേത്രമാണ്. പാർത്ഥസാരഥിയുടെ മുകളിൽ രഥത്തിന് മുകളിൽ പാറിപ്പറക്കുന്ന പതാക അത് എല്ലാ വർഷവും നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ പൂക്കളം നിങ്ങൾ എടുത്ത് നോക്കിയാലും മനസ്സിലാവും. അതിനകത്തും ഇതേ കൊടി വെച്ചിട്ടുണ്ട്. അതൊരിക്കലും ആർഎസ്എസിന്റെ ബിജെപിയുടെ മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നങ്ങളല്ല. നമ്മുടെ ഹിന്ദുക്കളാണ് അത് ആ കാവിക്കുടി മാത്രമാണ് തെറ്റും ചെയ്യുന്നത്. പിന്നെ അത് അടിസ്ഥാന ഞങ്ങൾ പട്ടാളക്കാരാണ്. എല്ലാ വർഷവും ഇവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാർ എല്ലാ ജനങ്ങളിൽ നിന്നും സാമ്പത്തികം പിരിച്ചിട്ടാണ് ഇവിടെ ഈ പൂക്കൾ ഇടാറുള്ളത്. എല്ലാ വർഷവും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഈ വർഷം അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങളുടെ ആശയം വെച്ചു ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ട് ചെയ്തുകൂടാം. ആ ഓപ്പറേഷൻ സിന്ദൂർ ആലേഖനം ചെയ്യുകയും രാവിലെ ആയപ്പോഴത്തേക്ക് പോലീസ് വന്ന് അത് മായ്ച്ചു കളയണമെന്ന് ഓപ്പറേഷൻ സിന്ദൂർ പാടില്ല എന്ന് പറയുകയും ചെയ്തു. ഈ അമ്പലത്തിലെ സെക്രട്ടറി ആയ ശ്രീ അശോകൻ സി അദ്ദേഹവും പറയുന്നത് അത് ഓപ്പറേഷൻ സിന്ദൂർ പാടില്ല എന്നുള്ളത്. ഇതിന്റെ കറക്റ്റായിട്ടുള്ള വീഡിയോ സകല സോഷ്യൽ മീഡിയയിലും സകല ഇതിലും ഫ്ലാഷായ ഒരു കാര്യമാണ്. അത് പ്രോപ്പറായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ പാടില്ല എന്നുള്ള രീതിയിൽ. ഇത് എന്നിട്ട് അതിന്റെ പേരിൽ ശാസ്താംകോട്ടെ പോലീസ് സ്റ്റേഷൻ SI വന്നിട്ട് പറഞ്ഞു ഇത് പൂക്കളം നിങ്ങൾ മായ്ച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കലാപത്തിനെതിരെ കേസ് കൊടുക്കുക. കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൽ ഞങ്ങൾ സാധാരണ പാറ്റ മായ്ക്കാൻ പറ്റുമെങ്കിൽ മായ്ച്ചുകൊള്ളു. നമ്മളായിട്ട് ഇതിനെ ചെയ്യാൻ ചെയ്യത്തില്ല. ഞങ്ങൾ ഇതിനകത്ത് ഒരു തരത്തിലെ രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു സംഭവവും ഇതിനകത്ത് നമ്മൾ ആലേഖനം ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഇതിനകത്ത് പറയുന്ന ഈ പറയുന്ന പാർത്ഥസാരഥി ക്ഷേത്രമായതിനാൽ അതിന്റെ ആ രഥത്തിന് മുകളിൽ പറക്കുന്ന കൊടിയുണ്ട്. അത് മാത്രമാണ്. അതും പൂക്കടയിലാണ് നമ്മളാ ചെയ്തിരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും അല്ല. അത് നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങൾ അങ്ങോട്ട് സൂം ചെയ്ത് നോക്കിയാൽ മതി. ഈ ക്ഷേത്രസഭ ഭരണസമിതി തന്നെ വെച്ചേക്കുന്ന എല്ലാ ഫ്ലക്സ് ബോർഡിലും രഥത്തിന്റെ മുകളിലേക്ക് പാറി പറയുന്ന അതേ കൊടി തന്നെയാണ്, അതേ കളർ തന്നെയാണ് ഇത്. അതിനകത്ത് ഏതെങ്കിലും ഒരു കളർ വ്യത്യാസവും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. അതിനകത്ത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വ്യക്തിയുടെ പേര് പോലും ഒന്നും ചിഹ്നങ്ങളൊന്നും ഉപയോഗിച്ചിട്ടുമില്ല. അത് നോക്കാവുന്ന കാര്യമുള്ളൂ. ഇതിനകത്ത് വളച്ചൊടിക്കുകയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിനെതിരാണ് ആദ്യം സംസാരിച്ചത്. അതിന്റെ പ്രോപ്പർ വീഡിയോ ഞങ്ങൾ ഈ സൈബർ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പൊ ആ ഒരു വിഷയം ചർച്ചയായപ്പോഴാണ് ഇതിന് കൊടിയിലേക്ക് ആ കൊടി എന്നുള്ളത് ആർക്കും നേരിട്ടില്ല. നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇവിടെ എപ്പോഴും ആ പൂക്കളം മായാതെ തന്നെ കിടപ്പുണ്ടെന്ന് മനസ്സിലാവും എന്താണെന്നുള്ളത്. എന്നിട്ട് അതിനകത്ത് കലാപത്തിന് കേസ് കൊടുക്കുക. അതിൽ ഒന്നാം പ്രതി ഒരു എക്സ് സർവീസ്മെന്റ്, രണ്ടാം പ്രതിയായിട്ട് സർവീസ് പേഴ്സണാണ് എനിക്കെതിരെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി കണ്ടാലറിയാൻ 25 അത് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ഓപ്പറേഷൻ സിന്ധു എന്നുള്ളവരെ ഹൈലൈറ്റ് ചെയ്തു. ഇത്രയും വർഷം 10-15 വർഷമായിട്ട് ഇട്ട് വരുന്നതിനകത്ത് എന്തുകൊണ്ട് ഇത്രയും നാളെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനില്ല. കഴിഞ്ഞ വർഷവും വന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വം വന്ന് ഇവിടെ പൂക്കളെ ഇട്ട് അത് അന്ന് മുതൽ ഇന്ന് വരെ ഒരു യാതൊരു വിധത്തിലെ കലാപവും ഈ പൂക്കളത്തിന് പേര് ഉണ്ടായിട്ടില്ല. ഒരു കലാപം ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, ഇതിന് പേരിൽ ഒരു അടി ഉണ്ടായിട്ടില്ല. പൂക്കളത്തിന് പേര് എല്ലാ ജനങ്ങളും വന്ന് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് എല്ലാവരുടെയും സോഷ്യൽ മീഡിയയിൽ ഇത് പബ്ലിഷ് ചെയ്ത കാര്യമാണ്. അത് ഇപ്രാവശ്യം വന്നപ്പോൾ എന്തുകൊണ്ട് മാറ്റം വന്നു? ഈ ഓപ്പറേഷൻ സിന്ദൂർ വന്നതുകൊണ്ടാണോ? ഇതായിരിക്കാം അവരുടെ പ്രശ്നം. അതിനെതിരെയാണ് കേസ് കൊടുത്ത്. അതും കേരളത്തിലെ ആദ്യത്തെ കേസാണ്. പൂക്കളെ ഇട്ടതിന് പേരിലുള്ള ആദ്യത്തെ കേസ്. എന്നിട്ട് അത് കൂടാതെ ഇതിനകത്ത് ഇത് കാണിച്ചേക്കുന്നു. ഇത് ദേശാഭിമാനി പത്രമാണ് ഇന്നത്തെ. നോക്കിയാൽ മതി. 7 സെപ്റ്റംബർ ഞായറാഴ്ചത്തെ. അതിനകത്ത് കൊടുത്തിരിക്കുന്നതാണ്. ക്ഷേത്രത്തിന് മുന്നിൽ RSSന്റെ രാഷ്ട്രീയ പൂക്കളം 25 പേർക്ക് ഇതേ കേസ്. നിങ്ങൾ നോക്കുക. ഈ RSS മുലാക്കാരേക്കുന്ന ഈ പൂക്കളം തന്നെയാണത്. നിങ്ങൾ കാണാമല്ലോ. ഈ പറയുന്ന ഗോപുരം, ഈ ഗോപുരം ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും പൊട്ടിമുളകില്ലല്ലോ. ഇത് നോക്കിയാൽ മതി. RSS മുതലാക്കാട് എന്നുള്ളത് അത് വ്യാജമായിട്ട്. പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന മുതലാക്കാട് ദേശം. ഈ നാടിന്റെ പേര് മുതലാക്കാട് എന്നാണ്. ഈ മുതലാക്കാട് ദേശത്തിന് മുതലാക്കാട് ദേശമല്ല പിന്നെ എന്താ വിളിക്കുക? അങ്ങോട്ട് നോക്കിയാൽ മതി. ഛത്രപതി ശിവജിയുടെ ഫോട്ടോ വെച്ചുള്ള ഒരു ഫ്ലെക്സ് ആണ്. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ആ ഫ്ലെക്സ് ഇരിക്കുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ. അതിനകത്ത് എന്ത് രാഷ്ട്രീയമാണ്? നിങ്ങൾ നോക്കി. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇതുണ്ടോ? നമ്മളാരും രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളൊന്നുമല്ല. അതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരും അത് എഴുതിയിട്ടുമില്ല. അതിനകത്ത് വളച്ചൊടിച്ചത് RSSന്റെയാണ്, RSSന്റെ രാഷ്ട്രീയം കടത്തുവാണെന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നതും അത് കേസ് കൊടുത്തതും. അത് ഓർക്കുക. കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു പറഞ്ഞാൽ ഈ നിമിഷം വരെ എന്ത് കലാപമാണ് ഇവിടെ ഉണ്ടായത്? ചിന്തിച്ചു നോക്കാവുന്നതാണ് നിങ്ങൾ. ഇതെല്ലാം ശരിക്കും രാഷ്ട്രീയ പ്രേരിതമാണ്. ഇവിടുത്തെ ക്ഷേത്രസഭ ഇപ്പോൾ നിലവിൽ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ചേർന്ന ഒരു അലയൻസ് ഇതാണ്. അവിടുത്തെ ക്ഷേത്രസഭാ സെക്രട്ടറി മുൻ ഏരിയ കമ്മിറ്റി മെമ്പർ കൂടിയാണ്. അതിനകത്ത് ഇരിക്കുന്ന ഖജാൻജി ഒരു അധ്യാപകനാണ്. പ്രസിഡന്റ് ഒരു അധ്യാപകനാണ്. ഈ അധ്യാപകനായിട്ടുള്ള അധ്യാപകർ വന്നത് ഇവരാണോ ഇങ്ങനെ ഈ സംസാരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ വേണ്ടാന്നുള്ളതും അതും ഈ ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈന്ദവന്റെ ക്ഷേത്രമാണ്. ഈ ഹൈന്ദവന്റെ ക്ഷേത്രത്തിൽ വന്നിരുന്നിട്ട് ഹൈന്ദവൻ ഈ പറയുന്ന കാവിക്കൊടി പറ്റത്തില്ല, അതും അവർ തന്നെ പ്രിന്റ് അടിച്ച് വെച്ചേക്കുന്ന ഈ പറയുന്ന ഫ്ലെക്സിലും കാര്യങ്ങളുള്ള കാവിക്കൊടി കറ്റത്തില്ല എന്ന് പറയുന്നത് എന്ത് ഇതാണ്? അത് പൊടി കെട്ടിയതല്ല. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഏതെങ്കിലും ഒരു ഒറ്റ പൊടി തോരണങ്ങൾ എങ്ങുമില്ല. പൂക്കൾ കൊണ്ട്, അത് ജമന്തി പൂക്കൾ, കാവിപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച പൊടിയാണ്. അതും ആ പൂക്കളത്തിനകത്ത് വെച്ചേക്കുന്നതാണ്. ഇതാണോ വേണ്ട? ശരിക്കും ക്ഷേത്രഭരണത്തിൽ ഇരിക്കുന്നവർ ചെയ്യേണ്ടതാണോ ഇങ്ങനെ കുടിക്കും? എന്റെ പേര് അശോക് കുമാർ. ഇത് അവര് കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് ഏരിയ സെക്രട്ടറി ആയിട്ടിരുന്ന ലോക്കൽ സെക്രട്ടറി എന്ന വ്യക്തിയാണ് ഈ
ഒരു പക്ഷേ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരിക്കും. അവർക്ക് ഓപ്പറേഷൻ സിന്ദൂർ അത് ഭാരതത്തിൽ അവരത് കുളിക്കുകയാണ്. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പേരുണ്ടാക്കിയത് ആ ഓപ്പറേഷൻ സിന്ദൂർ അതിനെ അവർ ബിജെപിവൽക്കരിക്കുകയാണ് മെയിനായിട്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞ ഈ പറയുന്ന കൊടി അറിയത്തില്ല. നാളെ മുതൽ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഇനി കാവിക്ക് പകരം പുള്ളിക്കൈലി എടുത്തേണ്ട പച്ചക്കൈലിയോ അല്ലെങ്കിൽ പുള്ളിക്കൈലിയോ എടുത്തുകൊണ്ട് വരുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ ഈ ക്ഷേത്രസഭ പറയണം, ഈ ക്ഷേത്രത്തിൽ ഹൈന്ദവന്റെ ക്ഷേത്രമാണെങ്കിൽ അതിനകത്ത് ഏത് കളറാണ് യൂസ് ചെയ്യണമെന്ന് നമുക്കൊരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റുമോ ചോദിക്കുവാണ്. ഇന്നലെ നമ്മൾ ചോദിച്ചതാണ് ഈ പറയുന്ന അമ്പലത്തിന്റെ കൊടിമരത്തിന് കീഴിലുള്ളതും ആ പറയുന്ന രഥത്തിലും അതേ കൊടി തന്നെയാണ് വെച്ചേക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി. ഈ ആ പറയുന്ന ആ സ്റ്റേജിനകത്തുമുണ്ട് ഈ പറയുന്ന എല്ലായിടത്തും ക്ഷേത്രസഭയുടെ എല്ലായിടത്തും ഈ പറയുന്ന കൊടി ആലേഖനം ചെയ്തിട്ടുണ്ട്. അതേ കൊടി തന്നെയാണ് ഈ പറയുന്ന ഹൈക്കോടതി വിധി ലംഘിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം ലംഘനം നടത്തിയത് അവരല്ലേ ഈ പറയുന്ന ഫ്ലെക്സുകളെല്ലാം വെച്ചിട്ട് ഈ കാവിക്കൊടി എല്ലായിടത്തും മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ആദ്യം അവർക്കെതിരെയല്ലേ കേസ് കൊടുക്കേണ്ടത്? നമ്മൾ പൂക്കൾ കൊണ്ടിട്ടേനാണോ പ്രശ്നം വന്നത്? ഇപ്പൊ 25 പേർക്കെതിരെ കേസെടുത്തു എന്ന് പറയുന്നത്. ഇപ്പൊ കേസിൽ പ്രതിയാണെന്ന് താങ്കൾ സ്വയം പറയുകയും ചെയ്തു. പോലീസ് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? പോലീസ് നിങ്ങളെ വിളിക്കുകയോ നിങ്ങൾക്കെതിരെ കേസുണ്ടെന്ന് പറയുകയോ ചെയ്തിരുന്നു? ഇന്നലെ വന്നിട്ട് ഇന്നലെ രാവിലെ പൂക്കളമല്ലായിട്ടിന് ശേഷം രാവിലെ ഏകദേശം ഒരു 8-7 മണിയായിരുന്നു ശാസ്താംകോട്ട SI ഈ ക്ഷേത്രമുള്ളിൽ ഇവിടെയാണ് വന്നിരുന്നിട്ട് വിളിച്ചിട്ട് നിങ്ങൾ ഈ പൂക്കളം മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കലാപം ആഹ്വാനം ചെയ്തു എന്ന് നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പേര് അശോക് എന്നാണ്. എന്റെ പേര് പറഞ്ഞു, എന്റെ അഡ്രസ്സ് പറഞ്ഞു. എന്ന് പറഞ്ഞ് മറ്റു കുറച്ച് പേരുടെ പേര് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ എന്തിനാണ് പേര് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പേര് കൊടുക്കണം. ഞാൻ പറഞ്ഞു സാറ് ഇവിടെ നിൽക്കുമല്ലേ, സാറിന് അറിയാലോ ഇതിനകത്ത് ആരൊക്കെയാണ് കലാപത്തിന് ആഹ്വാനം ചെയ്തതെന്ന്. അവരുടെ പേരിൽ സാറ് പേരെടുക്കണം, കേസെടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് ശരിക്കും കരുതി കൂട്ടി നിങ്ങളെ പ്രതിയാക്കാനും നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാക്കാനും ഇവിടെ ഒരു കലാപത്തിന് പോലീസല്ലേ തിരികൊളുത്തിയെന്ന് പറയുന്നത്. ഒന്ന് ഓർക്കുക, ഇതിനകത്ത് ഇത്രയും പേരിൽ 2 പ്രതികളായിട്ടുള്ള 1ഉം 2ഉം പ്രതികളാണെങ്കിൽ ഒരു സർവീസ് പേഴ്സണും 1 എക്സ് സർവീസ്മെനുമാണ്. ബാക്കി കണ്ടാൽ 25 പേര്. ഒന്ന് ചിന്തിക്കുക. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പട്ടാളക്കാരെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് മനസ്സിലാവാത്തത്. അതായത് ഇപ്പൊ ഒരു കലാപത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് പോലീസല്ലേ? തീർച്ചയായിട്ടും ഇപ്പം കലാപത്തിന്റെ ഒരു ഇതില്ല. അത് ശരിക്കും ഇവരുടെ സൃഷ്ടിയാണ് കലാപം ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞ വർഷവും ഇതേപോലെ അതായത് ഇപ്പൊ നാളെ പോലീസ് സ്റ്റേഷൻ മാർച്ചിലേക്ക് പോകുന്നു, വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു പ്രതികരണം ഉണ്ടാവും, വീണ്ടും കേസുകൾ വരും. അങ്ങനെ വരുമ്പോ നിങ്ങൾ എന്താണ് ശരിയായ രീതിയിൽ എന്താണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? പ്രതികരിക്കാൻ എനിക്കാവില്ല. കാരണം ഞാൻ എന്റെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് ആണ് തന്നത്. കാരണം ഇതിനകത്ത് ഞാൻ ഒരു പട്ടാളക്കാരനാണ്. ഞാൻ ഇവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാരോടൊപ്പം ചേർന്ന് പൂക്കള വിട്ടു. പൂക്കളത്തിനകത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള വേഗം അത് ഗൗരവമുള്ള വാക്ക് തന്നെയാണ്. അത് ഞാൻ ചെയ്തു. അതിനകത്ത് അതിന്റെ പേര് ഉണ്ടാക്കാൻ ശ്രമിച്ചു. രാജ്യത്തോടുള്ള ഒരു ഇഷ്ടവും സ്നേഹമാണ് നിങ്ങൾ കാണിച്ചത്. ചേട്ടനും ഈ പറയുന്ന എല്ലാവർക്കും ഗൗരവമുള്ള കാര്യമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്. ആ വേർഡ് ഇത്രയും ഡേർട്ടി വാക്കായിട്ട് അത് നിങ്ങൾ നോക്കിയാൽ മതി. ഈ സൈബർ ഇടങ്ങളിൽ ആ പ്രോപ്പർ 2 വീഡിയോ ഉണ്ട്. ഈ പറയുന്ന പോലീസുകാരനും ഈ പറഞ്ഞ ക്ഷേത്രസഭാ സെക്രട്ടറി അശോകൻ സി അവർ പറയുന്ന പ്രോപ്പർ വീഡിയോ ഉണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂർ പാടില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾ ഇല്ലെന്നുള്ളത് ഞങ്ങൾ തരാം ആ വീഡിയോ. മാത്രമല്ല ഇത് ഏകദേശം ഏതോ ഒരു പേജിൽ ഇത് ലൈവ് പോയിട്ടുള്ളതാണ്. എനിക്ക് ആ വീഡിയോ നമുക്ക് നാളെ തന്നെ